നമ്മളെ അനുസരിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ് നമ്മളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതും നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ട ഊർജം നൽകുന്നതും. ഒരിക്കലെങ്കിലും മറ്റുള്ളവരുടെ പരിഹാസം ഏറ്റുവാങ്ങാത്തവർ വിരളമായിരിക്കും. എന്നാൽ ആ പരിഹാസം നമ്മളെ തളർത്തുമെങ്കിലും ഒരു നിമിഷമെങ്കിലും സ്വയം വിചിന്തനം ചെയ്യാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പരിഹസിച്ചതെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന ഒരു ചിന്ത നമ്മളറിയാതെ തന്നെ നമ്മിലേക്ക് ഒരു നിമിഷമെങ്കിലും എത്താതിരിക്കില്ല. സ്വയം വിമർശനം ചെയ്യാൻ ആ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പരിഹാസം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം തന്നെയാകുമല്ലോ. എന്നാൽ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളെ ആയിരിക്കും എപ്പോഴും നമ്മുടെ കൂടെ നിർത്താൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് മുന്നോട്ട് പോവാനുള്ള ഊർജം തീർച്ചയായും തരുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരെ പോലെ തന്നെ നമ്മുടെ കുറ്റവും കുറവുകളും മാത്രം കണ്ടുപിടിച്ച് നമ്മളെ തളർത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളും നമുക്ക് ആവശ്യമാണ്. അവർ നമ്മളെ കൂടുതൽ ജാഗരൂകരാക്കാനും സ്വയം വിമർശനം ചെയ്ത് ഓരോ നിമിഷവും പുതിയതും മെച്ചപ്പെട്ടതുമായ നമ്മളെ പടുത്തുയർത്താനും എല്ലായ്പ്പോഴും ശ്രദ്ധയോടെ മുന്നോട്ട് പോവാനുമുള്ള ഒരു സാഹചര്യം നമുക്ക് ചുറ്റും നിലനിർത്തും. ശത്രുവിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രസക്തി എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.